ഇത് ഹണിയല്ലേ? എമ്മളെ ഹണിയോ? ഏത് വകയിലെ? ഞങ്ങളെ ഹണിയല്ല, വേണമെങ്കിൽ നിന്റെ ഹണി അയക്കും. ഓന്റെ പെണ്ണെ, അതല്ല പറഞ്ഞത്. അത് പിന്നെ ഇവളിപ്പോ നിങ്ങളെ അയൽവാസിയാണേ. അവളെ പുതിയ ഫ്ലാറ്റ് ദേ നിങ്ങളെ വീടിന്റെ അടുത്താ. അതൊക്കെ എപ്പോ? അപ്പോ അനക്കതൊന്നും അറിയത്തില്ലല്ലേ? അതാ നന്ദിനി ആന്റിയും ദേ അലക്സിന്റെ മമ്മിയും എല്ലാരും ഇവരെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നേ. അലക്സ്, നിനക്ക് ഇവളെ മുൻപേ പരിചയമുണ്ടോ? ഏയ് ഇല്ല തമ്പുരു, ബട്ട് ഇവരെ ഡാഡി എന്റെ ഡാഡിന്റെ ബിസിനസ് പാർട്ട്ണറാ. പോരാത്തതിന് ക്ലോസ് ഫ്രണ്ട്സും. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ദിവസം ഇവിടെ കുളം തോണ്ടുന്ന തോന്നുന്നേ. ആ വരവ് കണ്ണറിഞ്ഞൂടെ? എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാ. ഇനി എന്താവോ എന്തോ. എന്താ മോളെ അവിടെ തന്നെ നിക്കുന്നേ? വാ, വന്ന് ഇരിക്കേ. തമ്പുരു, ഇത്ര ദിവസം തൊട്ടേനും പിടിച്ചേനും ഇവര് കാന്താരിന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ? എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പോലും അതന്നെയല്ലേ വിളിച്ചോണ്ടിരുന്നേ. ഇപ്പൊ എന്താ ഇവന് ഇങ്ങനെ വിളിക്കുന്നേ? അല്ല, ഞാൻ എന്തിനാ അവനെന്നെ കാന്താരിന്ന് വിളിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്നേ? അവനെന്റെ എനിമിയാ. അവൻ എങ്ങനെ വിളിച്ചാലും എനിക്കെന്താ? എക്സ്ക്യൂസ് മീ, എന്താ? കുറച്ചൊന്ന് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ മൂക്ക് ഇവിടെ ഇരിക്കായിരുന്നു. അതാ ഗൗതം, നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. വരുന്ന ദേഷ്യത്തിന് രണ്ടെണ്ണത്തിന് എടുത്തിട്ട് ചവിട്ടാനാ തോന്നുന്നേ. എന്താ തമ്പുരു, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ എന്താ പറയാൻ? ഇപ്പൊ എന്താ നീങ്ങിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, പ്രശ്നം കഴിഞ്ഞില്ലേ? എങ്ങോട്ടേ പോന്നേ? നിക്ക്. കുടുംബം കലക്കി. ഓ, ഇവളൊരുത്തി. എടി പയങ്കിളി വാടി, തമ്പുരു പിണങ്ങി പോയെന്നാ തോന്നുന്നേ. ആണല്ല, പിണങ്ങി പോയതന്നെയാ. ഓക്കേ, ഈ കെണിയുടെ കാരനാ. വാ, പോയി നോക്കാം. നടക്ക്. അല്ലടി, നിങ്ങളിതെങ്ങോട്ടാ പോണേ? തമ്പുരിന്റെ അടുത്തേക്ക്. അവള് പിണങ്ങി പോയെന്നാ തോന്നുന്നേ. ഒന്ന് പോയി നോക്കിട്ട് വരാം. അത് ശരി. അല്ലേലും ഈ പെണ്ണിന് ചെറുപ്പം മുതലേ ഉള്ളതാ. ഒന്ന് തൊട്ടാലോ പിടിച്ചാലോ ആപ്പാ പിണങ്ങും. അല്ല, ഇവിടെ പിണങ്ങാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? അതൊക്കെ പറഞ്ഞാലേ നിനക്ക് ചിലപ്പോ തിരിയത്തില്ല. അതുകൊണ്ടേ ഞാൻ പോയി നോക്കിയേച്ച് വരാം. എന്തോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. നടക്കട്ടെ നടക്കട്ടെ, പതിയെ ഞാന് പോക്കിക്കോളാം കേട്ടാ. ഓ, ഇവരടുത്ത് പറ ഉണ്ണിമോളെ. അത് പിന്നെ പയങ്കിളിയും തമ്പുരൊക്കെ പോയി. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാട്ടോ. ഓക്കെ ഉണ്ണിമോളെ. ഞാന് പോയിട്ട് വരേ. ഓക്കെ ഉണ്ണിമോളെ, ചെല്ലേ. ഇപ്പൊ നേരം അഞ്ചു ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ടെ ഓക്കെ ഡ്രസ്സിൽ ചിന്തി. അതാ ഇവളെ പഴയ കുഞ്ഞുടുപ്പുണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് കൊടുത്തേ. വീടടി കുഞ്ഞല്ലേ? വിട്ടേക്കടി, പിള്ളേരാവുമ്പം എങ്ങനൊക്കെ തന്നെയല്ലേ? മമ്മി പാപ്പനോട് വരാൻ പറയേ. പാപ്പ വരുന്നില്ലെന്ന് പറഞ്ഞ മക്കളെ, പാപ്പയ്ക്ക് കുറെ നേരം നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതവിടെ ഇരിക്കുന്നേ. നമുക്ക് സമയം പോയോണ്ടിരിക്കുക. എല്ലാരും വന്നില്ലേ? പേരിടൽ തുടങ്ങുന്നേ. ലച്ചു, എല്ലാരും എത്തിയോ? എല്ലാരും എത്തി. മമ്മി എന്നാ അലക്സിനെങ്കിലും വിളിക്കേ. അവനെ വിളിച്ചതാ മക്കളെ. അവന് ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നോളാന്ന് ദേ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്നാ തുടങ്ങട്ടെ. ഓ, അതല്ലേ പറഞ്ഞേ, തുടങ്ങിക്കോട്. നല്ല നേരം പോയിക്കൊണ്ടിരിക്കുക. അതന്നെ ജയ്സാ, നീ വേഗം നോക്ക്. അതന്നെ ജയ്സാ, സമയാവുന്ന്, വേഗം നോക്ക്. ഓക്കേടാ. 5 minutes later.
മണിക്കുട്ടൻ ചേട്ടൻ എന്താ ചേട്ടൻ ഇങ്ങനെ നോക്കുന്നേ? ഞാനേ എന്റെ ഫ്രണ്ട് ജിൻസിനെ പറ്റി സംസാരിക്കായിരുന്നു. അവളെ മലേഷ്യയിലാ. അവളെ കാണാന് കൊതിയാവുന്നുണ്ടെന്ന് പറഞ്ഞതാ. അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, ചേട്ടൻ വിചാരിക്കരുതല്ലോ ഞാനേതോ ബോയ് ഫ്രണ്ടിനെ പറ്റി സംസാരിക്കാന്ന്. അതാ മുൻകൂട്ടി പറഞ്ഞേ. അങ്ങനെ ഇട്ട് സംസാരിക്കണേ എന്റെ ചെവിയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കോ? ആദ്യം നിന്റെ 32 ഗ്രൈൻഡർ ബെല്ലും തട്ടി താഴത്തെടുത്തില്ലായിരുന്നോ? ആ പൂട്ട്, അല്ലെങ്കിൽ വല്ല ഈച്ചയും വാടകയ്ക്ക് പാർക്കും. പൈങ്കിളി, എടീ, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമില്ല മണിക്കുട്ടൻ ചേട്ടൻ. ആള് ടെററാണല്ലോ. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായേ? ദേ, ഒരു ദിവസം, ഒരൊറ്റ ദിവസം എന്റെ വീട്ടിൽ വന്ന് നിന്ന് നോക്ക്. അന്നേരം അറിയാം ഞാൻ പെടുന്ന പെടാപ്പാട് എന്താന്ന്. ശ്ശേ, ശരിക്കും മണിക്കുട്ടൻ ചേട്ടൻ ഒരു കലിപ്പനാണല്ലേ? ഇതെന്നാ ചോദ്യമാ? കലിപ്പനാണോന്നോ? കലിപ്പൻ പ്രോ മാക്സാ. എന്റെ പൊന്നേ, അപ്പോ നിന്റെയും നിന്റെ ജിമിന്റെ ലവിനെ മണിക്കുട്ടൻ ചേട്ടൻ ഒരു വെല്ലുവിളി ആവല്ലോ. എന്ത് ചെയ്യാനാ? അല്ലേലും ഈ ട്രൂ ലവ് എന്നൊക്കെ പറയുമ്പളേ അതില് കുറേ പ്രോബ്ലംസ് ഒക്കെ വരും. അതൊക്കെ നമ്മൾ വേണം തരണം ചെയ്യാൻ. എന്നാലേ അഡ്വാൻസ് ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ ട്രൂ ലവ് തരണം ചെയ്യാനേ. താങ്ക് യു. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഛോ, ഏവളൊരുത്തി ഞാൻ എന്റെ കാന്താരനെ കാണില്ലല്ലെന്ന് തേടിയോണ്ടിരിക്കുമ്പോഴാ. ഗൗതം, എന്നോടാ ചോദിച്ചേ. പറ, ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? എനിക്ക് ചേരുന്നുണ്ടോ? ഓ, നന്നായിട്ട് ചേരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓയ്, ആരെയാ? വേറെ ആരടി? നിന്നെ തന്നെ. എന്നെയോ? അതല്ലേ പറഞ്ഞേ നിന്നെന്ന്. അല്ല, ഇത്ര നേരം എവിടെയായിരുന്നു? ഞാന് എവിടെയെങ്കിലും ആയിക്കോട്ടെ മഹാനെ. മഹാൻ എന്താ ഇപ്പൊ പ്രശ്നം? എടി എന്തോന്നടി, ഞാന് നിനക്ക് വേണ്ടിയില്ല ഇപ്പൊ ടൂർണമെന്റിന് പോവാതിരിക്കുന്നേ. പിന്നെ എന്താ ഇങ്ങനെ മോന്ത കറുപ്പിച്ചിരിക്കുന്നേ? അച്ഛടാ, എനിക്ക് വേണ്ടി ആരൊരു ത്യാഗം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. എന്തോന്ന് വീണേ, എന്തെങ്ങനൊക്കെ പറയുന്നേ? എപ്പോഴും നീ പിണക്കത്തിലാണോ? അല്ല, നിന്നോട് പിണങ്ങാൻ ഞാൻ നിന്നെ ആരാ? ടീനേജേ, തമ്പി എന്തേ? അത് അവള് ടർസിലുണ്ട് പൈങ്കിളി. ടർസിലോ? അല്ല, അവിടെ എന്ത് ചെയ്യുവാ? അവള് വരുന്നില്ലേ? ഇല്ല പെങ്കിളി, ചോദിച്ചപ്പോ തലവേദന എന്നാ പറഞ്ഞേ. അമ്മതേ അവക്ക് ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. തലവേദനയോ? എന്താ പെട്ടെന്ന്? എടി വാ, പോയി നോക്കാം. ഉണ്ണി ഇപ്പൊ പോണ്ട, ദേ ഇവിടെ പരിപാടി നടന്നോണ്ടിരിക്കല്ലേ. അല്ല ചേച്ചി, അപ്പൊ അവള് വേണ്ടേ? അവക്ക് വയ്യാഞ്ഞിട്ടല്ലേ? അവള് വന്നോളും, നിങ്ങൾ ഇവിടെ നിക്ക്. അപ്പോ ബേബിന്റെ നെയിം റിലീവ് ചെയ്യാൻ പോവാട്ടോ. ലച്ചു, നീ തന്നെ പറ. ഞാനോ? നീ പറ ജയ്സ. ഞാൻ ആദ്യേ പറഞ്ഞായിരുന്നു നീയാ പറയണ്ടെന്ന്. പറ ലച്ചു. അതെന്നെ മോളെ, നീ തന്നെ പറഞ്ഞൂടെ? അപ്പോ ബേബിന്റെ നെയിം റിലീവ് ചെയ്യാൻ പോവാണേ. 3, 2, 1. ബേബിന്റെ നെയിം ലിസ ജെയ്സൺ. എന്നാലും ഇവക്ക് ഇതെന്ത് പറ്റിയേ? ഇടക്കിടക്ക് ഗംഗയാവുന്നു, ഇടക്കിടക്ക് നാഗവല്ലിയാവുന്നു. ഇവളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ പഠിച്ചോനെ. തമ്പുരുവേ, പറ അമ്മ. ഇപ്പൊ എങ്ങനെയുണ്ട് മക്കളെ? ആക്കണ്ടോ? ആക്കണ്ടമ്മ. അല്ല, അമ്മ എന്തിനാ ഇവിടെ നിക്കുന്നേ? ചെല്ലേ, അവിടെ പരിപാടി നടന്നോണ്ടിരിക്കല്ലേ. എല്ലാരും അമ്മനെ തേടും. അമ്മ ചെല്ലേ. അതൊക്കെ പോവാ മക്കളെ. അല്ല, തലവേദനയ്ക്ക് കുറവുണ്ടോ? അതോ അച്ഛനെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയണോ? ഹോസ്പിറ്റലൊന്നും പോണ്ട അമ്മ, കുറച്ച് കഴിയുമ്പത്തേക്ക് മാറിക്കോളും. അമ്മ ചെല്ലെന്നാലേ. ദേ, അത്രയ്ക്കും വയ്യാന്നുണ്ടെങ്കിൽ പോയി റൂമിൽ കിടന്നോണ്ടേ. ഏയ്, അതൊന്നും വേണ്ട. കുറച്ചേരം സൈലന്റ് ആയിട്ടിരുന്നാ തന്നെ മാറിക്കോളും. ദേ, ഞാനേ കിടുവിനെ പറഞ്ഞയക്കാം. ഇവിടെയല്ലേ ഇരിക്കുന്നേ? അവരൊന്ന് ശ്രദ്ധിച്ചാണ്ടേ. ആ, ശരി അമ്മ. എന്തെങ്കിലും വിളിക്കട്ടെ മക്കളെ? ആ അമ്മ. എന്നാ അമ്മ പോട്ടെട്ടോ. അവിടെ താഴത്ത് നല്ല തിരക്കായിരിക്കും. ദേ, പരിപാടി കഴിയാനായില്ലേ? ഇനി ഫുഡിങ്ങിന്റെ കാര്യമൊക്കെ നോക്കാനുണ്ട്. അമ്മ ചെല്ലേ. അല്ലടാ, ഇജ്ജ് പോണില്ലേ? ഹേയ്, ഇല്ല. അതെന്താ? ദേ, താഴത്ത് വാവന്റെ പേരിടൽ നടന്നോണ്ടിരിക്കുക. നീ ചെല്ലേ. എല്ലാരും അവിടെയല്ലേ? ആ, എല്ലാരും അവിടെയാണല്ലോ. നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ? അപ്പൊ പിന്നെ നിനക്ക് കൂട്ടിന് ആരെങ്കിലും വേണ്ടേ? അതാ ഞാൻ ഇവിടെ ഇരിക്കണേ. ഓ എന്റെ ചെറുക്ക, ഞാൻ കിള്ള കുഞ്ഞൊന്നുമില്ലല്ലോ ഒറ്റയ്ക്ക് ഇരുന്നാ പേടിക്കാനേ. ചെല്ലേ. ഒന്നും വേണ്ട, ഞാനും ഇവിടെ കൂട്ടിൽ ഇരുന്നോളാം. ഓന്റെ പ്രാന്താ. ഗോതമ്പ് ബ്രോ, അല്ല എന്തേ പരിപാടി കഴിഞ്ഞോ? ആ, പേരൊക്കെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ്. അല്ല, എന്തുവാ അവന്റെ പേര്? ലിസ ജെയ്സൺ. ആ,
അയ്യോ, അടിപൊളി പേരാണല്ലോ. ലച്ചു ചേച്ചിന്റെ എല്ലും ജെയ്സൺ ചേട്ടന്റെ എസും. എടാ മൊയ്തീൻ, നിന്നെ താഴത്ത് ഭയങ്കര വിളിക്കുന്നുണ്ട്, ഒന്ന് ചെല്ലേ. ഓ, അവളാണോ? അവള് വിളിച്ചാ ഞാൻ തീരെ പോകത്തില്ല. അവള് നേരത്തെ എന്നോട് ഇവിടുന്ന് കച്ചറ ഉണ്ടാക്കില്ലേ, അതിനെന്തെങ്കിലും പറയാനായിരിക്കും. ഞാനൊന്നും പോണില്ല. വേണമെങ്കിലേ അവൾ ഇങ്ങോട്ട് പോരട്ടെ. അത് പിന്നെ അവള് അർജന്റായിട്ട് വരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അവള് മാത്രല്ല, ഉണ്ണിമോളും ചോദിക്കുന്നുണ്ടോ? ആ അതെ. ആ എന്നാ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ഞാനെന്നാ പോയി നോക്കിട്ട് വരാട്ടോ. എടി പെണ്ണേ, എന്താ? ദേ താഴത്ത് ഉണ്ണിമോളും ഭയങ്കര എന്നെ വിളിക്കുന്നുണ്ട് അത്രേ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാട്ടോ. ചെല്ലേ. എന്താ കാന്താരി ഇവിടെ വന്നിരിക്കുന്നേ? എന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റാൻ? അല്ല, ഞാൻ അവിടെ പോയാലും തനിക്ക് എന്താ? ഇതെന്ത് ചോദ്യ കാന്താരി? നിന്നെ കാണാഞ്ഞിട്ടല്ലേ നിന്നെ തേടി ദേ ഇപ്പൊ ഇവിടെ വന്നേക്കുന്നേ. ഞാൻ പറഞ്ഞോ ഇയാളെല്ലാം തേടി വരാൻ? നീ ഇപ്പോഴും ദേഷ്യത്തിലാണോ? അല്ല, ഇയാളോട് ദേഷ്യപ്പെടാൻ ഇയാൾ എന്റെ ആരാ? വെറുതെ പറയാൻ പാടില്ല. ദേഷ്യപ്പെടുമ്പോഴും എന്നാ ഭംഗിയാ. ഇപ്പൊ പറ, എന്താ നിന്റെ പ്രശ്നം? എന്തേ ആ കൊച്ചിനോട്? കൊച്ചോ? അല്ല, ആ പെണ്ണില്ലേ നിന്റെ കൂടെ പഠിക്കുന്ന ആ ഹണി, അവളോട് സംസാരിച്ചോണ്ടാണോ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നേ? അല്ല, ഇയാൾ ആരോട് സംസാരിച്ചാൽ എനിക്കെന്തേ? ഇയാൾ ആരോടെങ്കിലും സംസാരിക്കുന്നതിന് ഞാൻ എന്തിനു പിണങ്ങണം? എനിക്ക് വേറൊരു പണിയില്ലല്ലോ. ഓ, അപ്പോ അതല്ല കാര്യം അല്ലേ? അല്ല, എന്തേ? പിന്നെന്തിനാ നീ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നേ? അവിടെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്തും അവിടെ ഇല്ല. ചോദിച്ചപ്പോ തലവേദനയാന്ന് പറഞ്ഞു. എല്ലാരും അവിടെ നിൽക്കുമ്പോ നീ മാത്രം എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തലവേദനയാ, അതുകൊണ്ട് പോന്നതാ. എന്തേ? എടി കാന്താരി, നീ ദേഷ്യപ്പെടുമ്പോ ആള് ക്യൂട്ടൊക്കെ തന്നെ, പക്ഷെ അത് താങ്ങാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നേ. നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ നോർമൽ ആയിട്ടിരിക്കേ. അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ എലി പിടിച്ച് നിൽക്കുവാ. അപ്പഴാ ദേഷ്യപ്പെട്ട് നീ എന്നെ ചീത്ത പറഞ്ഞാലും വേണ്ടില്ല, ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കാതിരുന്നാ മതി. അല്ല, ആരെയാ മെല്ലഞ്ഞിട്ട് ചോദിക്കുക? ഞാൻ എങ്ങനെ ഇരിക്കണോണ്ട് ഇയാൾക്ക് എന്താ ബുദ്ധിമുട്ടേ? ഇതെന്ത് ചോദ്യ കാന്താരി? എനിക്ക് പിന്നെ ബുദ്ധിമുട്ട് കാണത്തില്ലേ എന്റെ കാന്താരി ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോ? ആ വിളി നിർത്താദ്യം. ഇവിടെ നിൽക്കുമ്പോ ആ ഹണി നിൽക്കുമ്പോ നീ എന്നെ എന്താ വിളിച്ചേ? എന്താ വിളിച്ചേന്ന്? തമ്പ്രൂന്നല്ലേ വിളിച്ചേ? അതേ കണക്കിന് എപ്പോഴും വിളിച്ചാ മതി കേട്ടാ. ഓഹോ, അപ്പോ അതാണല്ലേ കാര്യം. അപ്പോ അവളെ മുന്നിന്ന് ഞാൻ നിന്നെ തമ്പ്രൂന്ന് വിളിച്ചതാ നിന്റെ പ്രശ്നം അല്ലേ? എന്നാര് പറഞ്ഞേ? അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് എന്നെ തമ്പ്രൂന്ന് വിളിക്കുന്നതിന് ഇഷ്ടം. എന്റെ പേര് അതന്നെയാ, അങ്ങനെ തന്നെ വിളിച്ചേച്ചാ മതി. കാന്താരി, എന്നാ ഓക്കെ. നീ ഇപ്പോ സംസാരിക്കുന്ന സിറ്റുവേഷനിലെല്ലാം തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും പോവാ. ഞാനത് പറയാൻ വേണ്ടി വന്നതാ. ഇനി കാണാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും. അതെന്തിനാ എപ്പോഴെങ്കിലും നെഗറ്റീവായിട്ട് എന്നെ പറയുന്നേ? അല്ലടി, ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാ ഇനി കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. ഞാനീ ചിലപ്പോ സ്കൂള് മാറുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. നീയല്ലേ പറഞ്ഞേ സ്കൂളൊന്നും മാറുന്നില്ലെന്നേ? പിന്നെന്താ? അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ദേഷ്യം പിടിച്ചിരിക്കുക. വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ? എന്റെ പൊന്നോ, ഈ കാന്താരിനെ മനസ്സിലാക്കാൻ തന്നെ പറ്റുന്നില്ലല്ലോ. അങ്ങനെങ്കി അങ്ങനെ. എന്നാ 2 മാസം കഴിഞ്ഞ് കാണാട്ടോ. ഞാനിപ്പോ പോട്ടെ. ഇപ്പൊ തന്നെ എന്തിനാ പോന്നേ? അലക്സിന്റെ കൂടെയല്ലേ പോവാ? അവന് പരിപാടി കഴിഞ്ഞിട്ടല്ലേ പോവാ? പിന്നെന്താ? അത് പിന്നെ കാന്താരി, ഇന്ന് ചിന്നുവിന്റെ കൂടെ അവള് വീട്ടിലേക്ക് പോവാനുള്ളതാ. അതാ നേരത്തെ വരണമെന്ന് അവൾ ആദ്യം പറഞ്ഞതാ. വീണ്ടും ഗംഗേന്ന് നാഗവല്ലിയിലേക്ക് പോകാനുള്ള റീസൺ എന്താ മോളെ? റീസൺ എന്താന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇവിടെ എന്റെ ശത്രു ആണെങ്കിൽ പോലും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനേ ആ ഹണിയുള്ളപ്പോ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നുന്നേ? ഇത് നീ ഹണിക്ക് വേണ്ടി സംസാരിച്ചതാണോ അതോ? ഞാൻ ആർക്ക് വേണ്ടി സംസാരിച്ചതല്ല. അത് പിന്നെ എന്റെ കൺമുന്നിലല്ലേ ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിവേ ഞാൻ പോട്ടെ. അവിടെ അവള് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ഞാൻ പോയിട്ട് വേണം അവളൊന്ന് വീട്ടിലാക്കി കൊടുക്കാൻ. അല്ല, നീ ഞാൻ പറഞ്ഞ ചിന്നുവിനെ പറ്റി എന്താ വിചാരിച്ചേ? ഞാൻ എന്താ വിചാരിക്കാൻ? അല്ല, അവളെ പറ്റി വിചാരിക്കാൻ അവൾ എന്റെ ആരാ? ഗോതമ്പേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നു പറഞ്ഞേക്കാം. നീ പോണെന്നല്ലേ പറഞ്ഞേ? പോയിക്കോ, ചെല്ലേ. വെറുതെ
എനിക്കും ടൈമില്ല. ഞാന് പോയിട്ട് വരാട്ടോ. ഇത് മാത്രം എന്തിനാ എന്നോട് പറയുന്നേ? എന്താ കാന്താരി, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ എന്താ പറയാൻ, പോയിട്ട് വാന്ന് പറഞ്ഞതാ. പോയിട്ട് വരണോ? അതൊക്കെ അവരോട് താല്പര്യ. ഞാൻ ആരെയും വാന്ന് പറയത്തില്ല, ഞാൻ ആരെയും പോന്നും പറയത്തില്ല. വന്നാ സ്വീകരിക്കും, പോയാലും സ്വീകരിക്കും. അത് അത്ര തന്നെ. എന്നാ വരട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, വന്നാലും സ്വീകരിക്കും, പോയാലും സ്വീകരിക്കും. വരുന്നവരോട് വാന്നും പറയില്ല, പോണവരോട് പോന്നും പറയത്തില്ല. വരണമെങ്കിൽ വരാം, പോണെങ്കിൽ പോവാം, അത്രേ ഉള്ളൂ. അതൊക്കെ അവരോട് താല്പര്യ. ടൈം ആവുമ്പം വരാന്നേ. എന്ത്? അല്ല, ടൈം ആവുന്ന പോവാന്ന് പറയാ. ചെല്ലേ, നിനക്ക് വേണ്ടി നിന്റെ ഗേൾഫ്രണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യല്ലയോ? വേഗം ചെന്നോടെ. എന്റെ ഗേൾഫ്രണ്ട് വെയിറ്റ് ചെയ്യണമെന്നോ? എന്റെ ഗേൾഫ്രണ്ട് ഇവിടെയല്ലേ ഉള്ളത്, പിന്നെ അങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ? അത് ഞാൻ മറന്ന്. നിന്റെ ഹണി എവിടെയാണല്ലോ, അപ്പൊ പിന്നെ വീട്ടില് നിന്റെ സെക്കൻഡ് ഗേൾഫ്രണ്ട് ആയിരിക്കല്ലേ? എന്റെ പൊന്നു കാന്താരി, ഇവിടെ മനുഷ്യന് ഒരാളെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴല്ലേ 1 2 3 4 നീ ഇങ്ങനെ എന്നെ കൊണ്ട് പോകുന്നേ? അപ്പൊ നിന്റെ വീട്ടില് ചിന്നു എന്നൊക്കെ പറഞ്ഞേ? ഓ, അപ്പൊ നീ അതങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നേ? അതെ, പിന്നെ ചിന്നു എന്ന് പറയണത് വേറെ ആരുമില്ല, എന്റെ ചേച്ചിയാ, ഗായത്രി ഇല്ലേ, അവളെയാ വീട്ടില് ചിന്നു എന്ന് വിളിക്കുന്നേ. ചേച്ചിനെ പറ്റിയാണോ ഈ പറഞ്ഞോണ്ടിരുന്നേ? അതെ, ചേച്ചിനെ ചിന്നു എന്ന് വിളിക്കും, എന്നെ പിന്നെ പൊന്നു പൊന്നൂന്നല്ലേ വിളിക്കാവേ. അങ്ങനെയാണ് വിളിക്കാറ്, പക്ഷേ എനിക്കത് വേറെ ആരും വിളിക്കുന്ന ഇഷ്ടല്ല. അതെന്താ അങ്ങനെ? അത് അങ്ങനെയാ. ഇപ്പോ നിന്നെ ഞാന് കാന്താരിന്ന് വിളിക്കുന്നുണ്ട്, അതേ കണക്കിന് വേറെ ആരെങ്കിലും നിന്നെ കാന്താരിന്ന് വിളിച്ചാ നിനക്ക് ഇഷ്ടപ്പെടുവോ? അത് പിന്നെ എനിക്ക് നീയൊന്നല്ല ആര് വിളിക്കുന്നത് ഇഷ്ടല്ല. എന്റെ പേര് തമ്പുരുന്നാ, എന്നെ അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. അതേപോലെ തന്നെ ഇപ്പോ നീയും ഭയങ്കര ഉണ്ണിമോളൊക്കെ എന്നെ ഗോതമ്പെന്ന് വിളിക്കുന്നില്ലേ? നിങ്ങൾ വിളിച്ചാ എനിക്ക് ഓക്കെയാ, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് വിളിച്ചാ പിന്നെ അവര് ജന്മണ്ടെങ്കിലും ആ പേര് എന്നെ വിളിക്കത്തില്ല. അതെന്താ? അത് അങ്ങനെയാണേ. അല്ല, അപ്പൊ ഞാൻ നിന്നെ പൊന്നെന്ന് വിളിച്ചാ നിനക്ക് ഇഷ്ടപ്പെടൂലേ? നീ ഇഷ്ടത്തോടെയാണ് വിളിക്കണെങ്കി എനിക്ക് ഇഷ്ടപ്പെടും. എന്തേ? ഹേയ്, ഒന്നുമില്ലല്ലോ. അല്ല, അപ്പൊ ഹണി നിന്നെ പൊന്നെന്ന് വിളിച്ചാലോ? ഇതെന്ത് ചോദ്യാ? എനിക്ക് ഇഷ്ടപ്പെടുന്നേ. അതെന്താ അങ്ങനെ? നീയല്ലേ പറഞ്ഞേ ആ പൊന്നെന്നുള്ളത് വേറെ ആരും വിളിക്കുന്ന ഇഷ്ടമല്ലെന്നേ, പിന്നെന്തിനാ ഇപ്പൊ ഇഷ്ടപ്പെടുന്നു പറയുന്നേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇഷ്ടത്തോടെ വിളിച്ചാ എനിക്ക് ഓക്കെയാന്ന്. ഇപ്പൊ എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് നിനക്കല്ല അറിയുള്ളൂ. ആ പേര് നീ ഹണിനോട് പറഞ്ഞാലല്ലേ അവൾക്ക് അറിയത്തുള്ളൂ. അപ്പൊ നീ അവളോട് പറയുമ്പം ഇഷ്ടത്തോടെയല്ലേ പറയാ, അവളും ഇഷ്ടത്തോടെ കേക്കത്തില്ലേ? അതേപോലെ എന്നെ ഇഷ്ടത്തോടെ വിളിച്ചാ എനിക്കത് ഇഷ്ടപ്പെടുന്നേ. ആകെ മൊത്തത്തില് അവളങ്ങനെ വിളിച്ചാ നിനക്ക് ഇഷ്ടപ്പെടും അല്ലേ? ഇനി ഇവനോട് സംസാരിച്ചോണ്ടിരുന്നാ എനിക്ക് എന്റെ കൺട്രോൾ പോവും. ആണെങ്കിൽ തന്നെ മനുഷ്യന് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പഴാ എന്നാ കേട്ടോ, ഞാനേ പോയിട്ട് വരേ. നിനക്ക് പറ്റുവാണെങ്കിൽ നാളെ നമ്മൾ സ്കൂളിന്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവാ, അവിടെ ഞാൻ ഉണ്ടാവും. നീ വരുന്നുണ്ടെങ്കിൽ കാണാം. ഞാൻ എന്തിനു വരണം? ഞാനൊന്നും വരത്തില്ല. നീ എന്തെന്ന് അറിഞ്ഞല്ലോ, ഇനി 7 ഏഴ് തടുക്കത്തില്ല. പിന്നെ പോകുമ്പോ നിന്റെ കെണിനോട് പറഞ്ഞേക്ക്, അവള് വേണമെങ്കിൽ വരുമായിരിക്കും. ആയിക്കോട്ടെ, ഓർമ്മപ്പെടുത്തിയതിന് നന്ദിയുണ്ട് കേട്ടോ.